ഇന്നൊരു ഞായറാഴ്ചയാണ്. വലിയ പ്ലാനിംഗ് ഒന്നുമില്ല. ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ 1:45 നേരെ വെളിയിലേക്ക് നോക്കി. നല്ല തണുപ്പ് അടിച്ച് കയറുന്നുണ്ട്. ദുബായിൽ തണുപ്പ് തുടങ്ങി. നേരെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി. ഇത് ഞങ്ങളുടെ റൂമിലേക്ക് വാങ്ങിയ പുതിയ ടി വിയാണ്. ഇന്ന് വാഷിങ്ങിനിടണം. കുറേ ദിവസമായി വാഷ് ചെയ്തിട്ട്. തുണിയും വാരി വാഷിംഗ് മെഷീനിലിട്ട് ഞാൻ പുറത്തേക്ക് നടന്നു. ചെക്കന്മാരെല്ലാം നല്ല ഉറക്കമാണ്. അല്ലെങ്കിൽ എങ്ങോട്ടേലും ട്രിപ്പ് വിടായിരുന്നു. മുടിയൊന്ന് വെട്ടണം. നേരെ കടയിൽ വന്നു. ഒരു ചായയും അവിലും പറഞ്ഞു. അത് കഴിച്ചപ്പോഴേക്കും വാങ്ങി കേൾക്കുന്നുണ്ട്. സ്ഥിരം മുടി വെട്ടുന്ന കട ഇംഗ്ലീഷ്. അവിടെ എത്തി. അപ്പോഴേക്കും ഐറിൻ കോള് വിളിച്ചു. അങ്ങനെ അവളോട് കുറേ നേരം കത്തി വെച്ചുകൊണ്ടിരുന്നു. കാരണം ഒരാൾ വെട്ടിക്കഴിഞ്ഞാലേ എൻ്റെ ഊഴം എത്തത്തുള്ളൂ. നേരെ മുടി വെട്ടാൻ കയറി. ഇതാണ് ഇപ്പോഴത്തെ കോലം. വലുതായിട്ടൊന്നും വെട്ടിയില്ല കേട്ടോ. വെട്ടാൻ മുടിയില്ല. അങ്ങനെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി. അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണ സമയമായിരുന്നു കേട്ടോ. ഇന്നത്തെ ഭക്ഷണം നെച്ചോറും ചിക്കൻ കറിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ വന്നു. വൈകിട്ടായപ്പം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അബ്രയിലൊക്കെ ഒന്ന് ചുറ്റാന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. അങ്ങനെ ഞാനും ഷിജിനും നാരായണനും അത്യാവശ്യം അബ്രയിലെ എല്ലാ സ്ഥലങ്ങളും നടന്ന് കണ്ടു കേട്ടോ. വൈകിട്ടാണെങ്കിലും നല്ല തണുപ്പുണ്ട്. ഇനി ദുബായിൽ അങ്ങോട്ട് നല്ല തണുപ്പായിരിക്കും എന്ന് തോന്നുന്നു. ഈവനിങ് സമയത്ത് ഈ അബ്രയിൽ വന്ന് നിൽക്കുന്നത് നല്ല രസമാണ് കേട്ടോ. അത്യാവശ്യം തണുത്ത കാറ്റും കൊണ്ട് ഇങ്ങനെ ഈ ഒരു വൈബ് ആസ്വദിക്കുന്നത് വല്ലാത്ത ഫീലാണ്. അങ്ങനെ അബ്രയിലൂടെ ഞങ്ങൾ നടന്നു. നാരായണൻ ഇതുവരെ ഒരു ദിർഹം ബോട്ടിൽ കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഒരു അബ്രയിൽ ബോട്ടിൽ കയറാനായിട്ട് പോവാണ്. ഇതാണ് അബ്രയിലെ ഒരു ദിർഹത്തിൽ പോട്ട്. ദുബായിൽ നിന്നും ദേരയിലേക്കാണ് ഈ ഒരു ട്രിപ്പ് ഉള്ളത്. അത്യാവശ്യം ദുബായിലെ ഏറ്റവും ചീപ്പായിട്ടുള്ള ടൂറിസം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ ഈ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ദുബായിൽ നിന്നും നേരെ ഈ ബോട്ടിൽ കയറി ദേരയ്ക്ക് വന്നു. യു എയിലുള്ളവർ ഒരു വട്ടമെങ്കിലും ഈ ഒരു വൈബ് ആസ്വദിക്കുക തന്നെ വേണം. അങ്ങനെ ദേരയിലെത്തി. കുറച്ച് നേരം ദേരയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നേരെ ബർദുബായ്ക്ക് വന്നു. ബർദുബായ്ക്ക് വന്നപ്പോൾ അവിടെ 10 റൂംസിന് ടീഷർട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു റെഡ് ടീഷർട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ റെഡ് ടീഷർട്ടും എടുത്തിട്ട് നേരെ റൂമിലേക്ക് വന്നു. അപ്പം ബൈ ബൈ, സി യു.